മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ചപ്പാത്തിയും പൂരിയും മീനും ചോറും എന്തുമാകട്ടെ എന്തുണ്ടാക്കിയാലും ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷേ പാചകം തയ്യാറായാൽ ആദ്യം ഞങ്ങൾക്ക് വേണം, പിന്നെ വീട്ടുകാർ കഴിക്കാൻ പാടുള്ളൂ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? ചാവശ്ശേരി കട്ടേങ്കണ്ടത്തിലെ കൂലോത്തുംകണ്ടി വീട്ടിലെ കെ പ്രദീപിന്റെ വീട്ടിലെ പൂച്ചകളെക്കുറിച്ചാണ്. ഇവരുടെ വീട്ടിൽ പൂച്ചകൾ ഒന്നും രണ്ടുമല്ല, ചെറുതും വലുതുമായ 24 പൂച്ചകളാണുള്ളത്. 10 വർഷം മുൻപ് വീട്ടിലേക്ക് അതിഥിയായി എത്തിയ പൂച്ച പെറ്റുപെരുകയാണ് ഇത്രയും അധികമായത്. പ്രദീപിന്റെ വീടിന് സമീപത്തെ മോഹനന്റെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച 10 വർഷം മുൻപ് മോഹനൻ വീടൊഴിഞ്ഞു പോകുമ്പോൾ തനിച്ചാവുകയായിരുന്നു. ഇതിനിടെയാണ് പൂച്ച പ്രദീപിന്റെ വീട്ടിൽ എത്തിയത്. 10 വർഷത്തിനുള്ളിൽ 27 പൂച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചിലതിനെ തെരുവ് നായകൾ കടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പ്രദീപിനും ഭാര്യ പി ബീനയുമാണ് പൂച്ചയെ ഉപേക്ഷിക്കാതെ വളർത്തുന്നത്. വീടിനുള്ളിൽ കിടക്കയിലും നിലത്ത് തുണിവിരിച്ചുമാണ് ഇവരുടെ കിടത്തം. ഉപദ്രവമില്ലെങ്കിലും കുസൃതികൾ ഏറെയാണ്. പ്രഭാത ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പൂച്ചകളെല്ലാം അടുക്കളയിൽ തമ്പടിക്കും. പൂരി ആയാലും ദോശ ആയാലും ചപ്പാത്തി ആയാലും ഇവർക്ക് ആദ്യം നൽകിയതിനു ശേഷമേ മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വിടുകയുള്ളൂ. ബീന ഭക്ഷണം എടുത്തിറങ്ങുമ്പോൾ പൂച്ചകളെല്ലാം പിന്നാലെ ഉണ്ടാകും. ഭക്ഷണം രാവിലെ ചപ്പാത്തിയോ പൂരിയോ എന്തായാലും നല്ലോണം കഴിക്കും. ഉച്ചക്ക് മീനും ചോറും, വൈകുന്നേരവും രാത്രിയും മീനും ചോറും മെയിനായ ഭക്ഷണം. ചോറും മീനും മുട്ട വരട്ടിയും നൽകുന്നുണ്ട്. വീട്ടുകാർ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത് അതെന്തായാലും പൂച്ചകളും കഴിക്കും. തെരുവ് നായകളെ ഭയന്ന് പൂച്ചകൾ പുറത്തിറങ്ങുന്നത് കുറവാണ്. മക്കളില്ലാത്ത ഞങ്ങൾ പൂച്ചകളെ മക്കളെ പോലെയാണ് നോക്കുന്നതെന്ന് പ്രദീപനും ബീനയും പറയുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.